ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് പൊങ്കാലടുപ്പിൽ അല്പസമയത്തിനകം തീ പകരും. നിവേദ്യം ഉച്ചയ്ക്ക് 1:15 പൊങ്കാലയ്ക്ക് മുൻപ് ദേവി ദർശനം നടത്താൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. അനന്തപുരി ഭക്തിസാന്ദ്രമാണ്. ആശാപ്രവർത്തകരും 32ാം ദിവസമാണ് ആശാപ്രവർത്തകരുടെ സമരം നടക്കുന്നത്. ആശാപ്രവർത്തകരും പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ആ പൊങ്കാല വേദിയിൽ ആശാവർക്കർമാരുടെ സമരവേദിയിൽ കെ രമ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സങ്കട പൊങ്കാലയാണ്. കാരണം വെച്ചാൽ ഒരു തരം അക്രമങ്ങളുമില്ലാതെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ ഇവിടെ ഇരിക്കുമെന്ന പ്രതിജ്ഞയിലാണ് അവർ ഇന്ന് പൊങ്കാല സമർപ്പിച്ച് അതെങ്കിലും അനുകൂലമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നോക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണം. ഉണ്ടല്ലോ, സർക്കാർ എന്തിനാ സമരക്കാരുടെ ജാതകം പരിശോധിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഏത് സംഘടന നടത്തിയിരുന്ന സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന? ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. മനുഷ്യപക്ഷത്തുമില്ല, സ്ത്രീപക്ഷത്തുമില്ല, തൊഴിലാളി പക്ഷത്തുമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഈ 32ാമത് ദിവസവും ഇവരെ ഈ പൊരിവെയിലത്ത് നിർത്തുന്നത് കാണുമ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് വിധത്തിലും അതാണ് പറയാം, എത്രയും വേഗം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് അവർ കുടുംബം നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം തങ്ങളുടെ കുട്ടികൾ, അമ്മ, ഭർത്താവ് എല്ലാവരും ഉപേക്ഷിച്ച് ഈ തെരുവിൽ വന്നിരിക്കുക, കരയുകയാണ് പല സ്ത്രീകളും എന്ന് പറയുന്നത്. ഇവര് കേരളത്തിലെ 26,000-ൽ പരം ആശമാരുടെ പ്രതിനിധികളാണ്. ആരായാലും ഇവരെ ഒരു സംഘടനയ്ക്ക് കീഴിൽ നിന്നോ സമരം നടത്താൻ മറ്റാരും തയ്യാറായില്ലല്ലോ. CITU എന്ന് പറയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം എവിടെയാണുള്ളത്? എന്തിനാണ് ഈ CITU? തൊഴിലാളികളുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ പക്ഷത്ത് നിൽക്കാതെ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന വളരെ അങ്ങേയറ്റത്തെ മോശമായ ഒരു പ്രവണതയാണ് നമുക്ക് ഈ സമരത്തിന് കാണാൻ സാധിക്കുന്നത്. ഇത് വിജയത്തിൽ പര്യവസാനിക്കണം. ഈ തെരുവിലാളുന്ന ഈ സ്ത്രീ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് സാധിക്കില്ല. അവരുടെ മുന്നിൽ തോറ്റുപോവുകയുള്ളൂ സർക്കാർ. പ്രതിഷേധ പൊങ്കാലയും ആശമാർ നടത്തുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്.